ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയ SCERT സോഷ്യൽ സയൻസ് 5ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠഭാഗമാണ്. ഈ അധ്യായത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റിൽ കുട്ടികൾ നാടിൻ്റെ വികസനത്തിനായി ഉന്നയിച്ച കാര്യങ്ങളാണ്. ഇതൊന്ന് വായിച്ചു പോവാം, കേട്ടിരുന്നാൽ മതി. മഞ്ചാടിമല പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളെ അംഗങ്ങളാക്കി സംഘടിപ്പിച്ച വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് ശ്രദ്ധേയമായി. നടപ്പാതകൾ പണിയുക, ഓടകൾക്ക് മൂടി നിർമ്മിക്കുക, തെരുവുനായ ശല്യം നിയന്ത്രിക്കുക, വഴിവിളക്കുകൾ സ്ഥാപിക്കുക, മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിക്കുക, പാർക്കുകൾ സ്ഥാപിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി സൗഹൃദ പാർലമെന്റ് മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അടുത്ത ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി. നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ പാർലമെന്റിൽ ഉന്നയിച്ച കാര്യങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. ബാക്കി ഭാഗം നോക്കാം. ഇവിടെയും കുറച്ച് പത്രവാർത്തകൾ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കാം. പഞ്ചായത്ത് ഇടപെട്ടു, കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമായി. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എല്ലാ ദിവസവും ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കും. പഞ്ചായത്ത് പ്രസിഡന്റ്. വാർഡ് സഭയിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ മുൻഗണനാ ക്രമത്തിൽ പരിഗണിക്കുമെന്ന് കൗൺസിലർ ഉറപ്പു നൽകി. സമ്പൂർണ്ണ വൈദ്യുതിവൽക്കരണം പ്രഖ്യാപനം ഉടൻ. റോഡരികിലെ മാലിന്യ പ്രശ്നം CCTV ക്യാമറകൾ ഉടൻ സ്ഥാപിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. ഒരു പ്രദേശത്തെ ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ ഉയർന്നു വന്ന പ്രധാന ചർച്ചകളും അതിന് അവരെടുത്ത തീരുമാനങ്ങളുമാണ് നമ്മളിപ്പം വായിച്ചത്. ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്നുണ്ട്. ഇപ്രകാരം ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുത്ത പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. നമുക്കിവിടെ പഠിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ നേരിട്ട് പങ്കാളിത്തം ഉറപ്പാക്കുന്നു എന്നതാണ്. ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന സംവിധാനമാണ് ജനാധിപത്യം. അപ്പം ജനാധിപത്യം എന്നാൽ എന്താണ്? ജനങ്ങൾ നേരിട്ടോ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളോ, ജനങ്ങൾ ഒന്നുകിൽ നേരിട്ട് അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ഭരണപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള സംവിധാനത്തെയാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അപ്പം എന്തൊക്കെയാ പറഞ്ഞത്? ഗ്രാമപ്രദേശങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നിലനിൽക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നിലവിലുള്ളത്. അതായത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ത്രിതല പഞ്ചായത്ത് സംവിധാനമാണ് നിലവിലുള്ളത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 2 മഹാന്മാരുടെ കോട്ട്സ് ആണ്. ആദ്യത്തേത്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിങ്കൻ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്നഭിപ്രായപ്പെട്ടത് എബ്രഹാം ലിങ്കനാണ്. അടുത്തത്, ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധി. ജനാധിപത്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതിനു കീഴിൽ ഏറ്റവും ദുർബലനും ശക്തനും തുല്യമായ അവസരം ഉണ്ടായിരിക്കണം എന്ന് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനാധിപത്യത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ്. പുരാതന ഗ്രീസിലെ ഏതൻസിലാണ് ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉദയം ചെയ്തത്. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചിരുന്നില്ലെങ്കിലും ജനാധിപത്യം എന്ന ആശയം സംഭാവന ചെയ്യുന്നതിൽ ഏതൻസ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്.
ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഭാഗമായ ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങൾ രൂപം കൊണ്ടതും ഇംഗ്ലണ്ടിലാണ്. അപ്പം നമ്മളിവിടെ പഠിച്ച പോയിന്റ്സ് എന്തൊക്കെയാണ്? ജനാധിപത്യത്തിന്റെ ആദ്യ രൂപം ഉദയം ചെയ്തത് പുരാതന ഗ്രീസിലെ ഏതൻസിൽ നിന്നാണെന്ന് പഠിച്ചു. പൊതുകാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പ്രക്രിയയിൽ എല്ലാ വിഭാഗം ജനങ്ങളെയൊന്നും പങ്കെടുപ്പിച്ചിരുന്നില്ല. എന്നാലും ജനാധിപത്യം എന്ന ആശയം നമുക്ക് സംഭാവന നൽകിയത് പുരാതന ഗ്രീസിലെ ഏതൻസിൽ നിന്നാണ്. എന്നാൽ ഇന്ന് നിലവിലുള്ള ജനാധിപത്യ രീതിയുടെ തുടക്കം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. തിരഞ്ഞെടുപ്പ്, ജനപ്രതിനിധികളുടെ ഭരണം, പാർലമെന്റ് എന്നീ സംവിധാനങ്ങളും രൂപം കൊണ്ടത് ഇംഗ്ലണ്ടിൽ നിന്നാണെന്ന കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. ബാക്കി ഭാഗം നോക്കാം. പുരാതന ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് ആണ് ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. അപ്പോൾ ഹെറഡോട്ടസ് ആണ് ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഡെമോസ് എന്നാൽ ജനങ്ങൾ, ക്രാറ്റോസ് എന്നാൽ അധികാരം എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി അതായത് ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താണ്? ഗ്രീക്ക് ചരിത്രകാരനായ ഹെറഡോട്ടസ് ആണ് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ജനാധിപത്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഹെറഡോട്ടസ് ആണ്. ഡെമോസ് എന്ന വാക്കിന്റെ അർത്ഥം ജനങ്ങൾ, ക്രാറ്റോസ് എന്നാൽ അധികാരം. ഡെമോസ്, ക്രാറ്റോസ് എന്നീ ഗ്രീക്ക് പദങ്ങൾ ചേർന്നാണ് ഡെമോക്രസി അതായത് ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്ന വാക്ക് രൂപപ്പെട്ടിട്ടുള്ളത്. ജനാധിപത്യം 2 തരത്തിലാണ് ഉള്ളത്. അതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഗ്രാമസഭകൾ എന്ന് നോക്കാം. ഒരു പ്രദേശത്തിൻ്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ജനാധിപത്യ ഭരണക്രമത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന ഏക സംവിധാനമാണ് ഗ്രാമസഭ. ജനാധിപത്യ ഭരണക്രമത്തിൽ സാധാരണ ജനങ്ങൾക്ക് ഭരണത്തിൽ നേരിട്ട് പങ്കാളിത്തം ലഭിക്കുന്ന ഏക സംവിധാനമാണ് ഗ്രാമസഭ. ഒരു പ്രദേശത്തിന്റെ ഭരണവികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദിയാണ് ഇത് ഗ്രാമസഭകൾ. ഗ്രാമസഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിലെ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഗ്രാമസഭകൾ അറിയപ്പെടുന്നത് വാർഡ് സഭകൾ എന്നാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പർ. ഒരു പോയിന്റ് കൂടെ പറയാം. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കുന്നുണ്ട് എന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. ഗ്രാമസഭയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഭരണകാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താനും തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകാനും അവസരം ലഭിക്കുന്നുണ്ട്. ഇനി പഠിക്കുന്നത് ജനാധിപത്യം 2 തരത്തിലുണ്ട്. ഒന്ന് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പങ്കാളിത്ത ജനാധിപത്യം അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യം. താരതമ്യേന ജനവിസ്തൃതിയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. അപ്പോൾ പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പ്രത്യക്ഷ ജനാധിപത്യ രീതിയിൽ ജനങ്ങൾ നേരിട്ട് ഭരണകാര്യത്തിൽ പങ്കാളികളാകും. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയൊക്കെ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. പ്രത്യക്ഷ ജനാധിപത്യം കൂടുതൽ സുതാര്യമായിരിക്കും എന്നതാണ് ഒരു പ്രധാന പ്രത്യേകത. ഇനി നമ്മൾ പഠിക്കുന്നത് കേരള നിയമസഭയെ പറ്റിയാണ്. കേരള സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. അപ്പം കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിച്ച ശ്രീമൂലം പ്രജാസഭ, 1949 തിരുകൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27-നായിരുന്നു.
അതിനാൽ എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിക്കാം. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1957 ഏപ്രിൽ 27. എല്ലാ വർഷവും നിയമസഭാ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 27 ആണെന്ന കാര്യം മറക്കരുത്. കേരള നിയമസഭയുടെ വഴികാട്ടികളായി കണക്കാക്കപ്പെടുന്നത് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ 1888, ശ്രീമൂലം പ്രജാസഭ 1904, തിരുകൊച്ചി നിയമനിർമ്മാണ സഭ 1949 എന്നിവയാണ്. ഇനി പഠിക്കാൻ പോകുന്നത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യത്തെ പറ്റിയാണ്. പ്രത്യക്ഷ ജനാധിപത്യം നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി പറയാൻ പോകുന്നത് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. ഇന്ത്യയെപ്പോലെ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്നത്. ഈ ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം. നിയമങ്ങളും നയങ്ങളും മറ്റ് സർക്കാർ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ പൗരർക്ക് നേരിട്ട് ഇടപെടാൻ കഴിയില്ല. ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത് എന്ന കാര്യം കൂടെ ഓർത്തു വയ്ക്കുക. ഗ്രാമസഭകളിൽ ജനങ്ങൾക്ക് ഭരണകാര്യത്തിൽ നേരിട്ട് പങ്കാളികളാകാം. എന്നാൽ നിയമസഭയിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന പോയിന്റ് ഇവിടെ ഓർത്തു വെക്കണം. ഗ്രാമസഭകളിൽ ഭരണകാര്യങ്ങളിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാൻ അവസരമുണ്ട്. എന്നാൽ നിയമസഭയിലാണെങ്കിൽ നമ്മുടെ പ്രതിനിധികളാണ് നമുക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും തമ്മിലുള്ള താരതമ്യമാണ്. അതൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം. ജനങ്ങൾ നേരിട്ട് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകുന്ന ഭരണവ്യവസ്ഥയാണ് പ്രത്യക്ഷ ജനാധിപത്യത്തിലുള്ളത്. എന്നാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ജനാധിപത്യ രീതിയാണ് പരോക്ഷ ജനാധിപത്യ രീതിയിൽ. താരതമ്യേന ജനസംഖ്യയും ഭൂവിസ്തൃതിയും കുറഞ്ഞ പ്രദേശങ്ങളിലാണ് പ്രത്യക്ഷ ജനാധിപത്യം സാധ്യമാകുന്നത്. എന്നാൽ ജനസംഖ്യയും ഭൂവിസ്തൃതിയും കൂടിയ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ പ്രാതിനിധ്യ ജനാധിപത്യമാണ് പ്രായോഗികമായിട്ടുള്ളത്. പങ്കാളിത്ത ജനാധിപത്യം എന്ന് പറയുന്നത് കൂടുതൽ സുതാര്യമായിരിക്കും. ഗവൺമെന്റുകളുടെ എല്ലാ നിയമങ്ങളും നയങ്ങളും ഒരു ഇടനിലക്കാരനും ഇല്ലാതെ ജനങ്ങൾക്ക് തന്നെ നേരിട്ട് നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയാണ് പങ്കാളിത്ത ജനാധിപത്യ രീതിയിലുള്ളത്. എന്നാൽ നിയമങ്ങളും നയങ്ങളും മറ്റു സർക്കാർ കാര്യങ്ങളും തീരുമാനിക്കുന്നതിൽ പൗരർക്ക് പരോക്ഷ ജനാധിപത്യ രീതിയിൽ നേരിട്ട് ഇടപെടാൻ കഴിയില്ല. ഇവിടെ നമുക്കൊരു പോയിന്റ് പഠിക്കാനുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഇനി ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ പഠിക്കാം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കാണ് പരമമായ അധികാരം. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. അടുത്ത സവിശേഷതയാണ് നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച. നിയമത്തിന് മുന്നിൽ ജനാധിപത്യ രാജ്യങ്ങളിൽ എല്ലാവരും സമന്മാരായിരിക്കും. അടുത്ത സവിശേഷത എന്താണ്? സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ്. അടുത്ത സവിശേഷതയാണ് ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങൾ. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷമാണ് ജനാധിപത്യത്തിന്റെ മറ്റൊരു സവിശേഷത. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയും ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു. അപ്പൊ ജനാധിപത്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. നിയമത്തിനു മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന നിയമവാഴ്ച എന്നത് ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. അതുപോലെ തന്നെ സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് സംവിധാനമാണ് ജനാധിപത്യത്തിന്റെ മറ്റൊരു സവിശേഷത. ജനങ്ങളെയും ഭരണകൂടത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്ര വാർത്താ മാധ്യമങ്ങളും ജനാധിപത്യത്തിന്റെ സവിശേഷതയിൽ പെടുന്നുണ്ട്. ഗവൺമെന്റിനെ വിമർശനങ്ങളിലൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന പ്രതിപക്ഷം ജനാധിപത്യത്തിന്റെ സവിശേഷതയാണ്. അതുപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയും ജനാധിപത്യത്തിന്റെ സവിശേഷതകളിൽ പെടുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം.
യാതൊരു വിവേചനങ്ങളുമില്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായം എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. ഇപ്പോൾ അത് 18 വയസ്സാണ്. അപ്പോൾ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? യാതൊരു വിവേചനങ്ങളും ഇല്ലാതെ നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ പറയുന്നതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 1989 വരെ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 21 വയസ്സായിരുന്നു. നിലവിൽ ഇന്ത്യയിൽ വോട്ടവകാശത്തിനുള്ള പ്രായപരിധി എത്രയാണ്? 18 വയസ്സ്. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് രണ്ടാം ഘട്ടം. നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കലാണ് മൂന്നാം ഘട്ടം. പത്രിക സൂക്ഷ്മ പരിശോധന നടത്തുന്നത് നാലാം ഘട്ടത്തിലാണ്. നാമനിർദ്ദേശക പത്രിക പിൻവലിക്കൽ അഞ്ചാം ഘട്ടം. തിരഞ്ഞെടുപ്പ് പ്രചരണം ആറാം ഘട്ടവും. ഏഴാം ഘട്ടം വോട്ടെടുപ്പ്. വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവുമാണ് തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിന്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്നുകൂടെ പറയാം. തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ നിയമിക്കൽ, തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കൽ, പത്രിക സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, തിരഞ്ഞെടുപ്പ് പ്രചരണം, വോട്ടെടുപ്പ്, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും. ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങൾ. ഇനി നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങളെ പറ്റി പഠിക്കാം. ജനാധിപത്യ സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ. ഒന്നുകൂടെ പറയാം. ഗവൺമെന്റുകൾ രൂപീകരിക്കുക, എല്ലാവർക്കും പ്രാതിനിധ്യം നൽകുന്നു, ഭരണകർത്താക്കളെ വളർത്തിയെടുക്കുന്നു, ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നു, വോട്ടർമാരെ ബോധവൽക്കരിക്കുന്നു. ഇതൊക്കെയാണ് തിരഞ്ഞെടുപ്പിന്റെ ധർമ്മങ്ങൾ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്താണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. എന്തൊക്കെയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുക എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 3 പേര്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ പോയിന്റ് ഓർത്തു വെക്കുക. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനാധിപത്യം ഒരു ജീവിതക്രമം. ഇതൊന്ന് കേട്ടിരുന്നാൽ മതി. ജനാധിപത്യം കുടുംബത്തിൽ എങ്ങനെയാണ് പ്രായോഗികമാക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ജനാധിപത്യം കുടുംബത്തിൽ പ്രായോഗികമാകുന്നത്. ഇനി ജനാധിപത്യം വിദ്യാലയത്തിൽ എങ്ങനെയാണ് പ്രായോഗികമാക്കുന്നത്? കുട്ടികളുടെ അഭിപ്രായങ്ങളും താല്പര്യങ്ങളും പരിഗണിക്കുന്നതിനോടൊപ്പം അവസര സമത്വവും തുല്യതയും ഉറപ്പുവരുത്തുമ്പോഴാണ് വിദ്യാലയങ്ങളിൽ ജനാധിപത്യം സാധ്യമാക്കുന്നത്. ഇനി ജനാധിപത്യം പൊതു ഇടങ്ങളിൽ എങ്ങനെയാണ് ഉറപ്പുവരുത്തുക? പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ മാനിക്കുക, പൊതു നിയമങ്ങൾ അനുസരിക്കുക എന്നിവയെല്ലാം ജനാധിപത്യ ജീവിതക്രമത്തിന് അനിവാര്യമായവയാണ്. ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുന്നതിനുമപ്പുറം ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ജനാധിപത്യം പുലർത്തേണ്ടതുണ്ട്. ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിൻ്റെ സവിശേഷതയാണ്.
ആഹാരം, വസ്ത്രം, തൊഴിൽ എന്നിവ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്ന സാഹചര്യവും ജനാധിപത്യ സമൂഹത്തിൻ്റെ ഒരു സവിശേഷതയാണ്. തുല്യ പദവി, തുല്യ അവസരം, വിഭവങ്ങൾക്ക് മേലുള്ള തുല്യമായ അവകാശം എന്നീ സാഹചര്യങ്ങൾ കൂടി അനുഭവവേദ്യമാകുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് 5ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമായ ജനങ്ങൾ ജനങ്ങളാൽ എന്ന പാഠഭാഗമാണ്. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.